ഹലോ ചങ്ങായിമാർ, അസ്സലാമു അലൈക്കും. സാധനം വന്ന് ഐഫോൺ 17 Pro മാക്സും അതുപോലെ തന്നെ വാച്ച് അൾട്രാ 3 വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് വാച്ച് ഏറ്റവും സ്ലിം കേട്ടാ, പറയേണ്ട വാച്ച് തന്നെയാണ്. ഏറ്റവും സ്ലിം ആപ്പിൾ ഇതുവരെ ഇറക്കിയത് ഏറ്റവും സ്ലിം ആയിട്ടുള്ള ഒരു വാച്ച് ഇറക്കിയിട്ടുണ്ട്. ആപ്പിൾ 11 ഇറക്കിയിട്ടുണ്ട്. അതുപോലെ വാച്ച് SE3 ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ അതുപോലെ തന്നെ എയർപോഡ് Pro 3 ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതെപ്പോ കിട്ടുന്നല്ല, കിട്ടുന്നത് 19-ാം തീയതിയാണ്. ഈ വരുന്ന 19-ാം തീയതി നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി റേറ്റിലും കാര്യത്തിലോ എല്ലാ സാധനം വാച്ച് മുതൽ അതുപോലെ തന്നെ ഫോൺ മുതൽ എയർപോഡ് മുതൽ എല്ലാ സാധനങ്ങളും കിട്ടും. അതിന്റെ കൂടെ തന്നെ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് തന്നെ യൂസിന് മൊബൈൽ ആയാലും കണ്ടീഷൻ നല്ലതാണെങ്കിൽ, നല്ല കണ്ടീഷൻ ആണെങ്കിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് UAE തന്നെ ആരും തരാൻ പറ്റാത്ത റേറ്റിൽ നിങ്ങളെ കഴിഞ്ഞ സാധനം. കാരണം ഞാൻ ഇവിടെ റീസെയിൽ, നിങ്ങൾക്ക് അറിയുന്ന സംഭവമാണ്, റീസെയിലാണ്. അതുകൊണ്ട് എനിക്ക് ഇത് വാങ്ങാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി നല്ല ഫോണാണ്. നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന എന്തായാലും സെൽഫായിട്ട് ഉപയോഗിക്കുന്ന ഫോണൊക്കെ നല്ല കണ്ടീഷൻ ഫോണായിരിക്കും. ആ ഫോൺ കൊണ്ടുവന്നാൽ എക്സ്ചേഞ്ച് ബാക്കി ക്യാഷ് കൊടുത്ത് ഫോൺ വാങ്ങാം. പിന്നെ വിലയും കാര്യങ്ങളൊക്കെയാണ്. ഇന്ത്യയിൽ നിന്ന് എടുക്കണോ അതല്ല UAE നിന്ന് എടുക്കണോ എന്നാൽ ഒരുപാട് ഇന്ത്യയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ UAE നിന്ന് എടുക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം വരാറുണ്ട്. അതുപോലെ വ്യത്യാസം ഉണ്ടോ തന്നെ നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എടുക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ്. എന്നാൽ അത്ര ചെറുതൊന്നല്ല, നല്ലൊരു 30,000 രൂപയോളം വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ എടുത്താൽ പോലും. അതല്ല ഇനി ഭാവിയിൽ 2 ആഴ്ച ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലും ഉപരി നിങ്ങൾക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലും നല്ല വ്യത്യാസത്തിൽ UAE സാധനം വാങ്ങാം. അപ്പോൾ പിന്നെ നമുക്ക് റേറ്റും കാര്യങ്ങൾ, റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഐഫോൺ 17 നിങ്ങൾക്ക് വരുന്നത്, ഐഫോൺ 17 UAE റേറ്റ് വരുന്നത് 3,399 ദിറംസ് ആണ്. അതന്നെ നമ്മൾ ഇന്ത്യൻ റേറ്റ് വരികയാണെങ്കിൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 82,900 വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ്റെ ഇവിടെയായിട്ട് വെറും 1,000-1,500 രൂപയുടെ വ്യത്യാസം വരുന്നുള്ളൂ. അതല്ല നിങ്ങൾ ഇനി 17 കഴിഞ്ഞിട്ട് 17 Proയും എയറൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. 17 എയർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20,000 അടുത്തോളം വ്യത്യാസം വരുന്നുണ്ട്. 20,000 രൂപയോളം വ്യത്യാസം നിങ്ങൾക്ക് വരുന്നുണ്ട്. UAE റേറ്റ് വരുന്നത് 4,299 ദിറംസ് ആണെങ്കിൽ നാട്ടിൽ വരുന്നത് 1,19,000 ദിറംസ് ആണ്. 1,19,900 രൂപയാണ് നാട്ടിൽ വരുന്നത്. 1,19,900, 20,000 100 രൂപയെ കുറവുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് വരുന്നത് 20,000 രൂപയുടെ വ്യത്യാസം ഇപ്പോൾ തന്നെ നിങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ UAE വ്യത്യാസം വരുന്നുണ്ട്. ഭാവിയിലെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലും കൂടുതൽ ഡബിളൊക്കെ വ്യത്യാസങ്ങൾ റണ്ണിങ്ങിൽ വരും. നിങ്ങൾക്ക് 2 ആഴ്ച 3 ആഴ്ച ഒക്കെ കഴിഞ്ഞ് ഒരു മാസം ആയി കഴിഞ്ഞാൽ ഇന്ത്യൻ്റെ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും ഡബിൾ റേറ്റിൽ വ്യത്യാസങ്ങൾ വരുന്നതായിരിക്കും. പിന്നെ അതൊന്നല്ല, നിങ്ങൾക്ക് 17 Pro എടുക്കുകയാണെങ്കിൽ ഏകദേശം ഓൾമോസ്റ്റ് നിങ്ങൾക്ക് 25,000 അടുത്ത് 24-25 അടുത്തായിട്ട് നിങ്ങൾക്ക് വ്യത്യാസം വരികയാണ്. ഇന്ത്യൻ്റെ ഇവിടെ എടുക്കുകയാണെങ്കിൽ 256 GB റേറ്റ് ആണ് ഇതൊക്കെ പറയുന്നത്. 256 GB സ്റ്റാർട്ടിംഗ് വരുന്നത്. അവിടെയാണ് 256 എടുത്ത് പറയുന്നത്. ബാക്കിയൊക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസങ്ങൾ വരുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് മാത്രം പറയുന്നത്. അതല്ല നിങ്ങൾ Pro Max എടുക്കുകയാണെങ്കിൽ 17 Pro Max ഇന്ത്യൻ്റെ റേറ്റും ഇവിടുത്തെ റേറ്റും കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 5,099 ദിറംസ് ആണ് UAE റേറ്റ് വരുന്നത്. അതന്നെ നമ്മൾ നാട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 1,49,900, അതായത് 1.5 ലക്ഷം രൂപയോളം നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് നിങ്ങൾക്ക് 30,000, അതായത് 1,20,000 അടുത്തേ വരുന്നുള്ളൂ നിങ്ങൾക്ക് UAE റേറ്റ് വരുന്നത്. അങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ 30,000 ഇറങ്ങുമ്പോൾ തന്നെ 30,000 വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 2 ആഴ്ച 3 ആഴ്ച ഒക്കെ കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വ്യത്യാസം നിങ്ങൾ തന്നെ ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുക. എങ്ങനെയായാലും നിങ്ങൾക്ക് 50,000 മുകളിലൊക്കെ ഒരു മാസം 2 മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വ്യത്യാസം കിട്ടും. അതൊക്കെ നല്ല ഓഫറും കാര്യം നിങ്ങൾക്ക് മുന്നേ എങ്ങനെയാണോ എവർ സിറ്റിയിൽ കൊടുത്തത് അതേ രീതിയിൽ നിങ്ങൾക്ക് വ്യത്യാസം കിട്ടും. പിന്നെ മെയിനായിട്ടുള്ളൊരു സംശയമാണ് ഇത്തവണ ഇറങ്ങിയത് eSIM അല്ലേ. eSIM ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ATM കാർഡില്ലാത്ത മനുഷ്യന്മാർ ആരെങ്കിലും ഇന്ന് ജീവിപ്പിക്കുന്നുണ്ടോ? എല്ലാവരും കയ്യിൽ 1, 2 ചിലപ്പോൾ 5 ATM കാർഡ് വെച്ചിട്ട് ചിലർക്ക് പേഴ്സിൽ വെക്കാൻ പറ്റാണ്ട് 2ാമത്തെ പേഴ്സ് വാങ്ങുന്ന ആൾക്കാർ വരുന്നുണ്ട്. അത്രത്തോളം ATM കാർഡ് ഉപയോഗിക്കുകയാണ്. എന്നാൽ ഈ ATM കാർഡ് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഇറങ്ങിയപ്പോൾ ATM മെഷീൻ വെച്ചപ്പോൾ അന്ന് ഭാരത ബന്ധായിരുന്നു. നമുക്ക് ഇന്നത് ചിന്തിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ നമുക്ക് എയർപോർട്ടിനെതിരെയൊക്കെ സമരം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിനെതിരെ സമരം ചെയ്ത ആൾക്കാരുണ്ട്. അതുപോലെ അങ്ങനെ ഒരുപാട് നാട് ഓടുമ്പോൾ നടുവേ ഓടിയേ പറ്റും. വികസിക്കുകയാണ്. ഇതിന് എല്ലാ ഫോണും ഓൾമോസ്റ്റ് eSIM തന്നെയാണ് ഇറങ്ങുന്നത്. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് എല്ലാ eSIM-ലാണ്. ആദ്യമൊക്കെ അമേരിക്കയിൽ അവിടെയൊക്കെയാണ് eSIM. ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് 80% രാജ്യങ്ങളിലും eSIM ആണ്. ബാക്കി ചൈന, അതുപോലെ തന്നെ ഇന്ത്യ, കുറഞ്ഞ രാജ്യത്ത് മാത്രമേ eSIM അല്ലാതെ സിം ഇടുന്നുള്ളൂ. അത് തന്നെ നിങ്ങൾക്ക് എല്ലാ ഫോണും അല്ല, അവിടെ ഇറങ്ങുന്ന എയറിൽ eSIM ആയി ഇറങ്ങുന്നുള്ളൂ. കാരണം എയറൊക്കെ വെച്ചാൽ അത്ര സൈസ് അത്രയും ചെറുതാക്കിയിട്ടാണ് നിങ്ങൾക്ക് ഇറക്കുന്നത്. അപ്പോൾ അത്രയും സൈസ് ആകുമ്പോൾ ഇനിയും മത്സരം, ഇനിയും സൈസ് കുറച്ചിട്ട് ഇറക്കും. അപ്പം സിമ്മൊക്കെ ഇടുമ്പോൾ, സിമ്മിൻ്റെ ട്രാക്ക് ഇടുമ്പോൾ സൈസ് കൂട്ടേണ്ടി വരും. അപ്പോൾ സിം ട്രാക്ക് ഒഴിവാക്കി ഇതിനൊക്കെ വികസിക്കുകയാണ് സംഭവമൊക്കെ. നിങ്ങൾ ടെക്നോളജി വളരുമ്പോൾ നമ്മൾ ഭാവിയിൽ സിമ്മിൻ്റെ പരിപാടി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ ഇങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ എയർ ഇറങ്ങുന്ന നാട്ടിലാണെങ്കിലും എയറിൽ സിം ഇടാൻ പറ്റൂല. ആകെ സിം ഇടാൻ പറ്റുന്ന നാട്ടിൽ ഇറങ്ങുന്ന 17 അത് 17 Pro സിം ഇടാം. പക്ഷേ അത് ചൈനൻ്റെയോ അതുപോലെ ഇന്ത്യൻ്റെ അങ്ങനെ ഒരു 5-6 കൺട്രി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കൺട്രിയിലും ഇറങ്ങുന്നത് eSIM ആണ്. നാട് മാറി വികസിക്കുകയാണ്. നമ്മൾ അതിൻ്റെ കൂടെ പോകണം. കാരണം നമ്മളിപ്പോൾ ഫോൺ ഉപയോഗിക്കാതെ എത്രയോ ആൾക്കാർ പണ്ടുണ്ടായിരുന്നു. ഇന്ന് ഫോൺ ചെറിയ മക്കളുടെ കയ്യിലാണെങ്കിലും ഫോൺ അല്ലെങ്കിൽ ടാബ് ഉണ്ടായിരിക്കും.
അപ്പോൾ കാലം മാറുകയാണ്, എല്ലാവരും നമ്മൾ ചുരുങ്ങി പോകാതെ നമ്മൾ അതിനകത്തായിട്ട് മാറുക എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ഫോണൊക്കെ ഏത് കമ്പനി ആണെങ്കിലും ഇനി അടുത്ത ഇതേ ലെവലിൽ തന്നെ ഇറക്കുള്ളൂ. കാരണം വികസിക്കുകയാണ്, അത് ടെക്നോളജിയാണ്. ടെക്നോളജി നമ്മൾ പരമാവധി യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാ ടെക്നോളജിയും ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ ആദ്യം ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. ഇന്ന് ലാപ്ടോപ്പ് കഴിഞ്ഞു, അതിൻ്റെ അപ്പുറത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ടെക്നോളജി വളരുമ്പോൾ നമ്മൾ അതിനൊക്കെ വളരാം. ഈ സിമ്മിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ സിം തന്നെയാണ് ഭാവിയിൽ ഉണ്ടാവുള്ളൂ. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ഫോണും ഇപ്പോൾ ഈ സിമ്മിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി ഭാവിയിൽ സിമ്മൊക്കെ ട്രേ മാറ്റിയിട്ട് സ്ലിം ആക്കാനോ അതൊക്കെ നോക്കുമ്പോൾ സൈസ് ചെറുതാകുമ്പോൾ സ്ലിം ഒന്നും ആർക്കും ഇടാൻ പറ്റൂല. അപ്പോൾ അത്രയും സ്ലിം ആയിട്ടാണ് ഫോണുകൾ ഇറങ്ങുക. ഇനി മത്സരം അതിലേക്കാണ് പോകുന്നത്. പണ്ടൊക്കെ നിങ്ങൾ കണ്ടിയാൽ ചെറിയ ഫോണാണ്, എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി. അപ്പോൾ സ്ലിമ്മാണ് ഇനി അടുത്ത ജനറേഷൻ സ്ലിമ്മാണ്. എത്രത്തോളം സ്ലിം ആക്കാൻ പറ്റുമോ അതിലേക്ക് മത്സരം ഉണ്ടാവുക. അപ്പോൾ സ്ലിം ട്രേ ഒന്നും ഇനി ഭാവിയിൽ നിങ്ങൾ കാണാൻ സാധ്യതയില്ല. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട. പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് 19 ശേഷം നമ്മൾ വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ 19 മുതൽ നിങ്ങൾക്ക് എന്തായാലും സാധനം കിട്ടും. ഇറങ്ങിയ ദിവസം എന്തായാലും കുറച്ച് മാർക്കറ്റ് റേറ്റ് ചെറിയൊരു അധികമായിരിക്കും. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവും. ആ രീതിയിൽ കുറഞ്ഞ റേറ്റ് മാത്രമേ വ്യത്യാസം ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലും നല്ല റേറ്റിൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അന്ന് തന്നെ വാങ്ങണം എന്ന് താല്പര്യമുള്ളവർക്കും ആഗ്രഹമുള്ളവർക്കും നേരെ 19 തീയതി തന്നുള്ളൂ. നല്ല ബെസ്റ്റ് റേറ്റ് തരും. പിന്നെ വേറൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും, ഐഫോൺ ഇറങ്ങിയ സ്ഥിതിക്ക് 17 ഇറങ്ങുമ്പോൾ 16 Pro Maxനൊക്കെ വില കുറയില്ല. ഒരു ചാൻസും വേണ്ട, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കാൻ വേണ്ട. ഐഫോൺ 16 പ്രോയിനും 16 Pro Max ഒക്കെ വില കൂടുകയാണ്. രണ്ട് കാര്യമാണ്. ഒന്ന്, പ്രൊഡക്ഷൻ കുറച്ച് കൺട്രോൾ ആക്കിയപ്പോൾ സാധനം മാർക്കറ്റിൽ ഡിമാൻഡ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ വിഷയം, പെട്ടെന്ന് ഈ സിമ്മിൻ്റെ കാര്യം എല്ലാവരും ഇപ്പോൾ വിശാലമായിട്ട് ചിന്തിക്കണമെന്നുണ്ടാവില്ല. ഒരു 80% ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. അവർക്ക് ചിന്തിക്കാനുള്ള പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റും. പക്ഷേ കുറച്ച് 20% ആൾക്കാർ ചിലപ്പോൾ വൈകിയാണ് ചിന്തിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോഴും സിമ്മുള്ള വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആർക്കും ആഗ്രഹിക്കാം. എങ്ങനെ അവരത് ഇഷ്ടത്തിനാണ് വന്നത്, പൈസ കൊടുത്ത് വന്നത്. അപ്പോൾ അവരെ ആഗ്രഹത്തിന് ആൾക്കാർ സിമ്മുള്ള വാങ്ങണം എന്നുള്ള രീതിയിൽ 16ലേക്ക് ചില ആൾക്കാർ മാറുകയാണെങ്കിൽ ഇനിയും വില കൂടും. അവിടെ വില കുറയും എന്നുള്ള പ്രതീക്ഷ ആയിരിക്കും വേണ്ട. അപ്പോൾ ഇതൊരു ചെറിയൊരു ഇൻഫർമേഷൻ എന്ന രീതിയിൽ പറഞ്ഞു മാത്രം. ചില ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. 17 ഇറങ്ങിയല്ലോ, അപ്പോൾ 16 നമുക്ക് വില കുറഞ്ഞിട്ട് എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ആയിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വന്നിട്ട് എടുത്തോളൂ. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വില ഇനിയും കൂടി പോവുകയുള്ളൂ. അപ്പോൾ അതുകൂടി പ്രത്യേകം നോട്ട് ചെയ്യുക. പിന്നെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നമ്മളെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ട് നേരെ പോയിട്ട് ചാനൽ ഫോളോ ചെയ്തോളൂ. നല്ല ഓഫറും കാര്യങ്ങളായിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇത്തരത്തിൽ വീണ്ടും കാണാം. അതുവരെയും